നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പതിവ് പോലെ തന്നെ നിഫ്റ്റി 50യുടെ മൂവ് നോക്കിക്കൊണ്ട് ആരംഭിക്കാം. നമ്മൾ ചെയ്യുന്നത് റിവേഴ്സൽ ട്രേഡിംഗ് ആണ്. ഇന്നിപ്പോൾ നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ മൂവ് വന്നേക്കുന്നത് ഏകദേശം 290 പോയിൻ്റാണ്. അതായത് 1.18% ചേഞ്ച് തന്നിട്ടുണ്ട്. അത് നല്ലൊരു ചേഞ്ചാണ്. ഇത് നമ്മൾ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചത് ഈ ഒരു നല്ല ഫോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നത്. ഒപ്പം താഴത്തെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഇത് നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. നമുക്കിന്നിവിടെ കാണാം, കഴിഞ്ഞ പ്രീവിയസ് ഡേ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്നുള്ള ഈ ഒരു പ്രൈസ് ആക്ഷൻ പോയിൻ്റ് ഈ സപ്പോർട്ട് ലൈനിലേക്ക് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഇൻഡെക്സ് റിവേഴ്സ് ആയിട്ട് ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് ലെവലിൽ പോയി ടച്ച് ചെയ്ത് ക്ലോസിങ് കൊടുത്തേക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കിന്ന് കിട്ടിയത് സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഒരു 5 സ്റ്റോക്കുകൾ വെച്ചിട്ടുണ്ട്. ഈ 5 സ്റ്റോക്കിൽ റെഗുലറായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി നമുക്ക് കൃത്യമായി പഠിക്കാൻ അത് സഹായിക്കും. 200 ദിവസം അല്ലെങ്കിൽ ഒരു 100 ദിവസം കണ്ടിന്യൂസ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഓർഡർ ബ്ലോക്ക് കണ്ടെത്തണം എന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടാകും. ഒപ്പം തന്നെ അതിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ ട്രേഡ് എടുക്കണം എന്ന് മനസ്സിലാവുന്നുണ്ടാകും. ആക്ച്വൽ എന്ത് റിസൾട്ട്, റിസ്ക് റിവാർഡ് 1:2 വെച്ചിട്ട് നെറ്റ് എന്ത് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു 100 ദിവസം കൊണ്ട് ഏതൊരാൾക്കും കൃത്യമായി തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് അത് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. സോ ദാറ്റ് ഇതൊന്ന് കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും സിമ്പിളായി പഠിക്കാൻ പറ്റും എന്നാണ് നമ്മളുടെ വിശ്വാസം. ഇനി നമ്മളുടെ സ്റ്റോക്കുകളിലേക്ക് നമുക്ക് വരാം. നമ്മളിന്ന് ട്രേഡ് ചെയ്തിരുന്നത് ഈ ഒരു സ്റ്റോക്കിലാണ്. നമ്മളിവിടെ കാണുന്നത് പോലെ താഴത്തെ ലൈനിൽ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്തത് കാലത്തെ ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മൾ മാർക്കറ്റിന് മുന്നിലുണ്ട്. ഇവിടെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിരുന്നു. ഈ ലൈനിൽ നമ്മളൊരു സെൽ ഓർഡറും പ്ലേസ് ചെയ്തിരുന്നു. നമ്മളിവിടെ കാണുമ്പോൾ ഈ ലൈനിൽ വന്ന് ടച്ച് ചെയ്തതായിട്ട് തോന്നും എങ്കിൽ പോലും നമുക്ക് കാണാം ഈ ലൈൻ വരുന്നത് 240.19 ഇന്നത്തെ മാർക്കറ്റിൻ്റെ ലോ വരുന്നത് 240.15 അപ്പോൾ നമുക്ക് ഇവിടെ ഓർഡർ കിട്ടിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതിവിടെ എഴുതി ഇങ്ങനെ കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും അവിടെ വരെയൊന്നും മാർക്കറ്റ് വന്നതായിട്ട് ആ സമയത്ത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന സ്ക്രീന് നമ്മൾ 9:25 സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ 9:25 നമ്മളുടെ ബൈ ഓർഡർ താഴത്ത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സെൽ ഓർഡർ നമ്മൾ മുകളിലും. ഇത് താഴത്തെ ഓർഡർ നിങ്ങൾക്ക് ഇവിടെ കാണാം 181 ക്വാണ്ടിറ്റിയാണ്. മുകളിലത്തെ ഓർഡറിൽ നമുക്ക് കാണാം 179 ക്വാണ്ടിറ്റി. ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് നമ്മൾ ബൈ സെൽ ഓർഡർ ഇടുമ്പോൾ. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് കാണാം ഓപ്പൺ ചെയ്തേക്കുന്ന ഇവിടെയാണ്. അത് ഇവിടെ, അതായത് 240.50 വരെ ടച്ച് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് മുകളിലേക്ക് മാർക്കറ്റ് കയറി പോവുകയായിരുന്നു. പക്ഷേ നമ്മൾ ചാർട്ടിൽ നോക്കുമ്പോൾ, ഈവനിങ് നോക്കുമ്പോൾ ഇത് ടച്ച് ചെയ്തതായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ ആ സമയത്ത് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ മുകളിലേക്ക് കയറിപ്പോയതിന് ശേഷം അത് ഇവിടെ പോയി ഹിറ്റ് ചെയ്തു. നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ ഇതിവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ നമുക്ക് 179 ക്വാണ്ടിറ്റി അവിടെ കിട്ടുകയായിരുന്നു. അപ്പോൾ അത് നമുക്കിവിടെ ഒന്ന് കാണാം. നമ്മൾ എൻട്രി എടുത്തത് ആ ഒരു പർട്ടിക്കുലർ ലൈനിലാണ് എൻട്രി എടുത്തത്. നമ്മുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നത് ഇവിടെ കാണുന്നത് പോലെ 240.97 നമ്മളുടെ സപ്പോർട്ട് ലൈൻ ഇവിടെ നിങ്ങൾക്ക് കാണാം 240.19 പിന്നീട് മാർക്കറ്റ് ഇവിടെ വരെ വന്നിരുന്നുള്ളൂ. അതായത് നമ്മുടെ പ്രോഫിറ്റ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏകദേശം ഒരു 300-360 വരെയൊക്കെ നമുക്കിവിടെ പ്രോഫിറ്റ് കണ്ടതാണ്. അതിനുശേഷമാണ് മാർക്കറ്റ് തിരികെ കയറി മുകളിലേക്ക് പോയത്. അതിവിടെ നമുക്ക് കാണാം. ഇവിടെ വരെ മാർക്കറ്റ് വന്നു, നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കാണിച്ചു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു ഏതായാലും താഴത്തേക്ക് അത് വരും. നമ്മളുടെ ടാർഗറ്റ് ഈ പോയിന്റിലായിരുന്നു. അപ്പോൾ ആ പോയിന്റ് വരെ വരും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത് ഏതാനും പൈസയുടെ വ്യത്യാസത്തിൽ, അപ്പോൾ കൃത്യമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഏകദേശം ഇവിടെ വരെ കേവലം ഒരു 40-47 പൈസയുടെ വ്യത്യാസം അകലത്തിൽ നിന്ന് അത് തിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആസ് എ ട്രേഡർ നമുക്ക് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ 1:2 റിസ്ക് റിവാർഡ് മിനിമം ഫോളോ ചെയ്യുക എന്നത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് 1% ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആവുകയാണ്. കാരണം നമ്മൾ ബ്രാക്കറ്റ് ഓർഡറാണ് ഇടുന്നത്. 0.5% ആണ് ബ്രാക്കറ്റ് ഓർഡറിലെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് എൻട്രി കിട്ടുന്ന അതേ സമയം തന്നെ പ്ലേസ് ആവും. പിന്നീട് നമ്മൾ ഇതിനകത്ത് യാതൊരുവിധ മാറ്റവും ഈ വരുന്ന 200 ദിവസത്തേക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല.
ഇപ്പം നെറ്റ് ട്രേഡിംഗ് ഡേയ്സ് നമ്മൾ 23 ദിവസമായി. 200 കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ 1:2 റിസ്ക് റിവാർഡ് മാത്രമേ വിജയിക്കുന്ന ദിവസങ്ങളിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മറ്റൊരു റെസിസ്റ്റൻസിലേക്ക്, അതായത് എൻട്രി എടുത്തെടുത്തുനിന്ന് നെക്സ്റ്റ് ടാർഗറ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ ദിവസം കാണുന്ന പോലെ 1:7 റിസ്ക് റിവാർഡ്, പിന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ 1:3 റിസ്ക് റിവാർഡ്, മറ്റ് പല ദിവസങ്ങളിലും 1:3യുടെ റിസ്ക് റിവാർഡ് കൊടുത്തിട്ടുള്ളത് നമുക്കിവിടെ കാണാം. അതൊന്നും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കിതിൻ്റെ കൃത്യമായ മാത്തമാറ്റിക്സ് കിട്ടുക, നമ്മുടെ ഡിസിപ്ലിൻ, നമ്മളുടെ ക്ഷമ എന്നതൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതിനകത്ത് യാതൊരുവിധ മാറ്റങ്ങളും വരുത്താത്തത്. അതുകൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. നമ്മൾ ഈ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ, ആ ഓർഡർ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഓട്ടോമാറ്റിക്കലി വരുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. കാരണം പിന്നെ നമ്മളിതിലേക്ക് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ട്രേഡിങ്ങിന് 5 മിനിറ്റോ അതിൽ താഴെയോ സമയം ചിലവാക്കിയാൽ മതി എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ ഹിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റ് എഗൻസ്റ്റ് ഇട്ടേക്കുന്ന ഓർഡർ ക്യാൻസലായി പോകുന്നതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് നോക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അതർവൈസ് 3 മണിക്ക് നോക്കിയാൽ മതി പിന്നീട് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മാനുവൽ എക്സിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം. സോ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സമയത്തെ ഡിപ്പെൻഡ് ചെയ്യാത്തൊരു കാര്യമാക്കി വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റുമെന്നതും നമ്മൾ ഈ പരീക്ഷണങ്ങൾ നടത്തിയതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടി. 223 രൂപയാണ് സ്റ്റോപ്പ് ലോസ് വന്നേക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത സ്റ്റോക്ക് വിപ്രോ ആയിരുന്നു. അതിലെന്ത് സംഭവിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, വിപ്രോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നമ്മളുടെ ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ തൊട്ടടുത്താണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അവിടെ എൻട്രി എടുക്കുമോ ഇല്ലയോ എന്നതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. റിവേഴ്സൽ ട്രേഡ് നമ്മൾ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ എടുക്കാനുള്ള സാധ്യത തീരില്ല. അങ്ങനെയാണെങ്കിൽ വിപ്രോയിൽ നിന്ന് നമ്മൾ ഇവിടെ പോയിട്ട് റിവേഴ്സൽ എൻട്രി എടുക്കും. ഇവിടെ പോയി എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന പോലെ സ്റ്റോപ്പ് ലോസ് നമുക്ക് അവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ടാകും. സോ ദാറ്റ് ഇന്ന് അവിടെ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും 1:2 റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ തന്നെ കിട്ടത്തുമില്ല. ഓക്കെ, ഇനി ഇവിടെ എൻട്രി എടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അയാൾക്ക് എടുക്കാവുന്ന ഒരു എൻട്രി എന്ന് പറയുന്നത് മുകളിലത്തെ റെസിസ്റ്റൻസ് ലൈനാണ്. ഇവിടെ എൻട്രി എടുത്താൽ നമുക്കിവിടെ കാണുന്ന പോലെ സ്റ്റോപ്പ് ലോസ് പിന്നെ ഹിറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് 1:2 റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ റിവേഴ്സൽ എൻട്രിയാണ് എടുക്കുന്നത്. മാർക്കറ്റ് പോകുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഏതാണോ അവിടെ നമ്മൾ ഓൾറെഡി ഓർഡർ ഇട്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. ചൂണ്ടയിട്ടിട്ട് മീൻ കൊത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സെയിം ആറ്റിറ്റ്യൂഡാണ്. ഇട്ടിട്ടിരിക്കുമ്പോൾ മാർക്കറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ നമുക്ക് എൻട്രി കിട്ടും. അത് ഒന്നുകിൽ പിന്നീട് നമുക്ക് ടാർഗറ്റ് കിട്ടും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടും. അത് നമ്മുടെ കൺട്രോളിലല്ല. അതുകൊണ്ട് തന്നെ റിസ്ക് റിവാർഡ് വെച്ചിട്ട് നമ്മുടെ പൊസിഷൻ സൈസിങ്ങും വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടി ഈ മണി മാനേജ്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെയാണ്. ഇനി പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. പവർ ഗ്രിഡിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ റെഡാണ് വെച്ചത്. അത് ഈ ഒരു ക്യാൻഡിലിനോട് ഈ ഒരു പ്രൈസ് ആക്ഷൻ പോയിൻറ്റിന് തൊട്ട് ചേർന്നിട്ടാണ് അത് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ഇവിടെ നമ്മൾ ഒരുപക്ഷെ എൻട്രി എടുക്കാൻ സാധ്യത തീർത്തും ഉണ്ടാവാനാണ് ഉള്ളത്. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഈ ഒരു ഇതിനെ പറയുന്നത് വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ക്യാൻഡിൽ ജസ്റ്റ് റെഡ് കാണുന്നു എങ്കിൽ പോലും അവിടെ കൂടുതൽ വോളിയം നടന്നേക്കുന്നത് 300K ബൈയും 144K സെല്ലും ആണ് കാണിച്ചേക്കുന്നത്. സോ ഇത്രയും ഹ്യൂജ് ഡിഫറൻസ് ബൈയും സെല്ലും തമ്മിലുണ്ട്, ഇരട്ടിയുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ബൈയും പൊസിഷനിലേക്ക് നമ്മളിവിടെ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാം അത്രയും ഹ്യൂജ് ബൈയിങ് നടന്നത് കൊണ്ട് തന്നെ അതിവിടെ നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് എൻട്രി എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റിലേക്ക് 1:3യുടെ തൊട്ടടുത്തുണ്ട്. ഇനി ഹൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഡേ ഹൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1:4 അത് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയതിൽ 2 സ്റ്റോപ്പ് ലോസ് അടിക്കുമായിരുന്നു. ഈ ഒരെണ്ണത്തിൽ നമുക്ക് പ്രോഫിറ്റും കിട്ടുമായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ BPCLലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ നിന്ന്, അതായത് ഈ 2 പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകളുടെ ഏകദേശം മധ്യഭാഗത്ത് നിന്നാണ് അത് ഓപ്പൺ ചെയ്ത് പോയിട്ടുള്ളത്. അത് ഈ ഒരു ലൈനിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ പറഞ്ഞു നമ്മൾ ചെയ്യുന്ന റിവേഴ്സൽ ട്രേഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ പോയിട്ട് ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് വെയിറ്റ് ചെയ്യും. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യും. അത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് മുകളിലേക്ക് തന്നെ കയറിപ്പോകും. ഇനി അവിടെ എൻട്രി എടുക്കുന്നില്ല എങ്കിൽ പിന്നെ വരാവുന്ന നമ്മളുടെ എൻട്രി ഇവിടെയാണ്. അവിടെ എടുത്താലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലെവൽ ഓഫ് എൻട്രി പോയിൻ്റ് ഇതാണ്. ഇവിടെ എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല എന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സ്റ്റോപ്പ് ലോസ്
ഹിറ്റ് ചെയ്യുന്നില്ല. ഇനി ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ പോയി എൻട്രി എടുത്തിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നില്ല. ഇന്ന് ഇത് ട്രെൻഡിങ് ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ട ഓൾമോസ്റ്റ് എല്ലാം ആ ഒരു മൂവാണ് ഇന്ന് കൊടുത്തേക്കുന്നത്. സോ ദാറ്റ് ഇന്ന് ട്രെൻഡിങ് സൈഡിലേക്ക് എടുക്കുന്നവർക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള ദിവസമായിരുന്നു. റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്നവർക്ക് എന്തായാലും ഒന്നിലൊഴിച്ച് ബാക്കി 3 സ്റ്റോക്കിലും ഇപ്പോൾ ലോസ് ആയിരിക്കും നമുക്ക് സംഭവിക്കുക. സ്വാഭാവികം, കുഴപ്പമില്ല, ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. ഇനി ഈ ഒരു ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ NTPCയിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണ്. അത് മുകളിലത്തെ റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ താഴത്തേക്ക് എൻട്രി എടുക്കാം, കുഴപ്പമില്ല. ഇനി അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല. താഴത്തേക്ക് വന്നേക്കുന്നത് നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ 1:1 അത് കവർ ചെയ്തിട്ടുള്ളൂ. 1:2 അത് കൊടുത്തിട്ടില്ല. സോ ദാറ്റ് നമുക്കിവിടെ ആ സ്റ്റോക്കിലും സ്റ്റോപ്പ് ലോസ് അടിക്കും. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒറ്റ നോട്ടത്തിൽ അതും ട്രെൻഡിങ് ആണ് കാണിച്ചേക്കുന്നത്. സോ ദാറ്റ് ട്രെൻഡ് ട്രേഡ് ചെയ്ത ആൾക്ക് ഇന്ന് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഈ ഒരു എൻട്രി നമ്മൾ എടുത്തില്ല എങ്കിൽ വീണ്ടും ഇവിടെ വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കാം, അവിടെയും സ്റ്റോപ്പ് ലോസ് തന്നെ കിട്ടാം. പിന്നെ ഉള്ള സാധ്യത എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മളുടെ പ്രൈസ് ആക്ഷൻ പോയിൻ്റ് നമ്മൾ വരച്ചേക്കുന്ന ഇവിടെയാണ്. അവിടെ വരെ മാർക്കറ്റ് എത്തിയിട്ടില്ല. സോ ദാറ്റ് നമ്മൾ അവിടെ എൻട്രി എടുക്കുന്നുണ്ടാവില്ല. പിന്നെ എനിവേ എടുക്കാവുന്ന ഒരേ ഒരു എൻട്രി ഇതിനകത്തുള്ളത് മുകളിലേക്ക് ഇത് ബ്രേക്ക് ചെയ്ത് പോയി ക്ലോസിംഗ് ഒക്കെ തന്നു നല്ല രീതിയിൽ ഇവിടെ കൺസോൾട്ട് ചെയ്തിട്ട് താഴത്ത് വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് വേണമെങ്കിൽ മുകളിലേക്കൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ പോലും എന്നതിൽ നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം റിവേഴ്സൽ ട്രേഡിങ്ങിന് പറ്റിയൊരു നല്ല ദിവസം അല്ലായിരുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. എനിവേ ഒരെണ്ണത്തിൽ പ്രോഫിറ്റും ബാക്കി എല്ലാത്തിൽ നിന്ന് ലോസ് കിട്ടാനാണ് സാധ്യത ഉണ്ടായിരുന്നത്. നമുക്കും ഇന്ന് ലോസാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ജേണലും കൂടെ ഒന്ന് വിശകലനം ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പീരീഡിൽ കഴിഞ്ഞ മാസത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ദിവസം മാത്രം പ്രോഫിറ്റും ബാക്കി ഇത്രയും ദിവസങ്ങളിൽ 1, 2, 5 ദിവസങ്ങളിൽ ലോസും കിട്ടി. ഇനി ഈ ഒരു പർട്ടിക്കുലർ വീക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 ദിവസം ലോസും 1 ദിവസം മാത്രം പ്രോഫിറ്റുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് വീക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 ദിവസം പ്രോഫിറ്റും 1 ദിവസം ലോസുമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി ഈ ആഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ദിവസം ലോസും 2 ദിവസം പ്രോഫിറ്റുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ വരുന്നുണ്ടാവും. ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. നമുക്കിവിടെ ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ പ്രോസസ്സ് എന്താണോ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ അടുപ്പിച്ച് 1, 2, 3 ഇവിടെ നമുക്ക് കാണാം അടുപ്പിച്ച് 4 ദിവസം നമുക്ക് ലോസ് കിട്ടിയിട്ടുണ്ട് സാധാരണഗതിയിൽ. അല്ലെങ്കിൽ തുടക്കം സമയത്തൊക്കെ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ട്രാറ്റജി നമ്മൾ കണ്ടെത്തും, അത് കൊള്ളാമെന്ന് തോന്നും, നമ്മളത് ഫോളോ ചെയ്യും. അത് പ്രോഫിറ്റ് തന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മളതുമായിട്ട് മുന്നോട്ട് പോകും. എന്നാണോ ഒരു ദിവസം ലോസ് അടിക്കുന്നത്, അന്ന് നമുക്ക് ഡൗട്ടായി, ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ, മാനസികമായിട്ട് ഷെയ്ക്കണായി. 2ാമത്തെ ദിവസം വീണ്ടും സ്റ്റോപ്പ് ലോസ് അടിച്ചു. അപ്പോൾ നമ്മൾ കുറച്ചധികം മാനസികമായി ബുദ്ധിമുട്ടിലാകും. 3ാമത്തെ ദിവസവും കൂടെ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യത്തില്ല, ആ സ്ട്രാറ്റജി നമ്മൾ അപ്പാടെ അങ്ങ് മാറ്റും, എന്നിട്ട് അടുത്ത സ്ട്രാറ്റജിയുടെ പുറകെ പോകും. മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, സ്ട്രാറ്റജി അല്ല നമ്മളിവിടെ വിജയിപ്പിക്കുന്നത്. അതിന് കാരണം ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും കണ്ടിന്യൂസ് ആയിട്ട് 7, 8 ട്രേഡുകൾ ലോസിൽ പോകാറുണ്ട്. ഇപ്പോൾ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കുറേയധികം വീഡിയോസ് കുറച്ചധികം ആൾക്കാരുടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്ന കുറേയധികം ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ നല്ല റിച്ചായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ പോലും അറ്റ് പ്രസൻ്റ്ലി പോലും ഇവർക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് 7, 8 ലോസൊക്കെ വരുന്നുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലും കണ്ടിന്യൂസ് ആയിട്ട് 8 വരെ ലോസൊക്കെ വളരെ നോർമലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരുന്നാൽ ആക്ച്വലി ആവറേജ് റിസൾട്ട് നമുക്ക് കിട്ടാവുന്നതിന് നമ്മൾ കുറയ്ക്കുകയായിരിക്കും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടിട്ടാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 10-60 ദിവസത്തിന് മുകളിലായിട്ട് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി തന്നെയാണ് നിരന്തരം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം 23 ദിവസം ടോട്ടൽ നമ്മൾ ട്രേഡ് ചെയ്തതിൽ 9 ദിവസമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ, 14 ദിവസം നമുക്ക് ലോസാണ്. എന്നിരുന്നാൽ പോലും ഈ 39% വിൻ റേഷ്യോ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റിലാണ് ഇവിടെ ഉള്ളത്. 2 കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളൂ. 1, സ്ട്രാറ്റജി നമ്മൾ മാറ്റിയില്ല, ഒരേ സ്ട്രാറ്റജി തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. 2, റിസ്ക് റിവാർഡ് നമ്മൾ കൃത്യമായിട്ട് 1:2 ഫോളോ ചെയ്തു. 3, ഒരു ദിവസം പോലും നമ്മൾ 1-ൽ കൂടുതൽ ട്രേഡ് എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഇതിനൊക്കെ പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്
ജേണൽ എഴുതുക എന്നുള്ളത്. നമ്മൾ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നാൾ വഴികൾ മുഴുവനും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ കോൺഫിഡൻസ് ഇത്രയും വർദ്ധിച്ചത്. മറ്റത് നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ട്, പ്രോഫിറ്റ് വരുമ്പോൾ നമുക്ക് നല്ല ബൂസ്റ്റ് കിട്ടും, മെൻ്റലി നല്ല കോൺഫിഡൻ്റ് ആവും. 2 ദിവസം 3 ദിവസം അടുപ്പിച്ച് ലോസ് അടിച്ചാൽ നമ്മൾ അഡ്ഡപ്പെടലും മാനസികമായിട്ട് പൊളിയും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് നോക്കിയപ്പോൾ എന്താ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് അറിയണം. അതിൻ്റെ ഡാറ്റ എടുക്കണം. അപ്പോൾ ഡാറ്റ എടുക്കണമെങ്കിൽ ജേണൽ എഴുതണം. അപ്പോൾ ജേണൽ എഴുതുമ്പോൾ ഈ ഡാറ്റ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിനെ വിശകലനം ചെയ്യാമല്ലോ. അങ്ങനെയാണ് ജേണൽ എഴുതി തുടങ്ങിയത്. ഉള്ള കാര്യം പറയാമല്ലോ. സ്ട്രാറ്റജിയോ ബാക്കി നമ്മൾ പഠിച്ച തിയറിയോ അതോ ഇതോ മറ്റ് പലരുടെ വീഡിയോ കണ്ടതോ എല്ലാം ശരിയാണ്, കുറേ അറിവ് നമ്മൾ നേടി. എന്നിരുന്നാൽ പോലും മെയിൻ റീസൺ ഈ ജേണൽ എഴുതി തുടങ്ങിയപ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ളതിനെപ്പറ്റി നമുക്ക് ബോധോദയം ഉണ്ടാകുന്നത് ആ സമയത്താണ്. അതുണ്ടാകാത്ത കാലത്തോളം നമ്മൾ വിജയിക്കേണ്ട കാര്യം ന്യായമായിട്ടും ഇല്ലല്ലോ. കാരണം നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയത്തില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ മുന്നോട്ട് പോകും? അപ്പോൾ ഈ ജേണൽ എഴുതാത്തവരെല്ലാം ഇപ്പോൾ തൊട്ട് ജേണൽ എഴുതി തുടങ്ങിക്കൊള്ളുക. ഏതൊരാൾക്കും വിജയിക്കാൻ പറ്റും. അതർവൈസ് നിങ്ങൾ എന്തുകൊണ്ട് തോക്കുന്നു എന്നറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് അതൊക്കെ മാറ്റിയാൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാൽ വിജയമായല്ലോ. സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇവിടെ കാര്യങ്ങൾ വളരെ നിസ്സാരമാണ്. പക്ഷേ നമുക്ക് മടിയുണ്ടാകും, ഈഗോ ഉണ്ടാകും, മാർക്കറ്റിനോട് ദേഷ്യം ഉണ്ടാകും, വാശി ഉണ്ടാകും, അങ്ങനെ പലവിധ മാനസിക പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിടും. ഈ ഇമോഷൻസ് ഒന്നും ഇടാതിരുന്നാൽ ഡിസിപ്ലിനോടുകൂടെ ജേണൽ എഴുതി തുടങ്ങിയാൽ മാത്രം വലിയ മാറ്റങ്ങൾ വരും. അത് ആർക്കും തന്നെ പോസിബിളാണ്. ഇനി പല വലിയ ട്രേഡേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്, 2, 3, 4 വർഷം വരെ 1 രൂപ പോലും പ്രോഫിറ്റ് ഇല്ലാതെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവർക്കടക്കം മാറ്റം വരാൻ തുടങ്ങിയത് ഇപ്പോൾ കേൾക്കുമ്പോൾ പറയുമ്പോൾ ചിരി വരുന്നുണ്ട്. കാരണം സിമ്പിളായിട്ട് ജേണൽ എഴുതി തുടങ്ങിയപ്പോഴാണ് എല്ലാവർക്കും മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ 5 or 6 വർഷമായിട്ട് ഒരു പക്ഷേ ട്രേഡ് ചെയ്തത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. എനിക്ക് ഉറപ്പുണ്ട് അയാൾ വിജയിച്ചിട്ടില്ല എങ്കിൽ അയാൾ ജേണൽ എഴുതുന്നില്ല, ഒരു സംശയമില്ല. അപ്പോൾ ജേണൽ എഴുതി തുടങ്ങിയാൽ വലിയൊരു മാറ്റം വരും. അത് എന്തുകൊണ്ടെന്നൊക്കെ നിങ്ങൾ അനുഭവിച്ചറിയുക. അതിന് ആദ്യം അത് എഴുതി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസത്തേക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.